ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് അഹ്കാമു തജ്വീദിലെ അദ്ദറസുസാനി രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്കാമു മീമി സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. ആദ്യം സാക്കിനായ മീം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഖുർആനിലെ ആയത്തുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ സുക്കൂനുള്ള മീമുകൾ കാണാം. സുക്കൂനുള്ള മീമ് തന്നെയാണ് സാക്കിനായ മീമ്. ചില സ്ഥലങ്ങളിൽ മീമ് സുക്കൂനുകളൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് സാക്കിനായ മീമ്. സുക്കൂനുള്ളതും വരാം, സുക്കൂനില്ലാത്തതും വരാം. രണ്ടിനും സാക്കിനായ മീമ് എന്നാണ് പറയുക. അപ്പോൾ സാക്കിനായ മീമിന് വിധികൾ 3ആണ്. ഇത് ആമ, ഇഖ്ഫാ, ഇൽഹാർ എന്നിങ്ങനെ 3 വിധികളാണുള്ളത്. അത് സാക്കിനായ മീമിൻ്റെ ശേഷം അടുത്തതായി വരുന്ന അക്ഷരത്തെ കണക്കാക്കിയാണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഭാഗത്ത് കുറച്ച് ആയത്തുകളാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് താഴത്തെ ഈ ഭാഗം വായിച്ചതിന് ശേഷം ഒന്ന് പറയാം. സാക്കിനായ മീമിന് ഇദ്ഗാമ്, ഇഖ്ഫാ, ഇൽഹാർ എന്നിങ്ങനെ 3 വിധികളുണ്ട്. മുകളിൽ കൊടുത്ത ആയത്തുകൾ ശ്രദ്ധിച്ചില്ലേ? അത് നമുക്ക് നോക്കാം. അപ്പോൾ പറയാം. ഈ ആയത്തുകളിൽ ചിലത് സുക്കൂനുള്ള മീമിന് ശേഷം മീമും മറ്റു ചിലതിൽ മീമിന് ശേഷം ബാവും വന്നിട്ടുള്ളത്. മീമിന് ശേഷം ചിലതിൽ മീമും ചിലതിൽ ബാവുമാണ് വന്നിട്ടുള്ളത്. മീമിന് ശേഷം മീമ് വന്നാൽ സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യണം. എന്താണ് ഇദ്ഗാം എന്ന് എല്ലാവർക്കും അറിയില്ലേ? മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം, ഉന്നത്ത് ചെയ്യണം, ഉന്നത്തോട് കൂടിയിട്ട് ഓതണം. പിന്നെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. ഇഖ്ഫാ എന്തായിരുന്നു? മറച്ചു മണിക്കണം. അപ്പോൾ ഇഖ്ഫാ ചെയ്യണം. വിശദമായി അടുത്ത പാഠത്തിൽ പഠിക്കാം. അപ്പോൾ ഇൽഹാറിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ളതും അടുത്ത പാഠത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നമുക്കിവിടെ ഉദാഹരണത്തിൽ എന്തൊക്കെയാണ് വന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ അവിടേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെയൊക്കെ മീമുണ്ട്, പക്ഷെ ഇതിനൊക്കെ ഫത്തഹയാണ് വന്നത്. ഫത്തഹ, മദ് ഒക്കെയാണ് വന്നത്. അപ്പോൾ അതല്ല, നമുക്ക് സാക്കിനായ മീം. ഇതിൻ്റെ ശേഷം ഇവിടെ ഹ ആണ് വന്നത്. അപ്പോൾ ഹ നമുക്ക് അടുത്ത പാഠത്തിൽ ഇൽഹാറിനെ കുറിച്ചിട്ട് പറയാം. ഇവിടെ നമ്മൾ മീമിന് ശേഷം മീമും മീമിന് ശേഷം ബാ വന്നാലുള്ളത് മനസ്സിലാക്കാം. ഇവിടെ മീമിന് ശേഷം ബാ വന്നു. അപ്പം മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇഖ്ഫാ ചെയ്യല്? അലൈഹിം ബിവക്കീൽ, അലൈഹിം ബിവക്കീൽ. മീമിനെ മറച്ച് മണിച്ചു മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ. ഇവിടെ എവിടെയാണ് വന്നത്? ഇതാ മിൻഹും ബൽ, മിൻഹും ബൽ. സാക്കിനായ മീമിന് ശേഷം ബാ. അടുത്തവിടെ ഹും ലാ. അത് ഇൽഹാർ നമുക്ക് അടുത്തതിൽ പറയാം. ഇനി അടുത്ത ആയത്തിലാ വമിൻഹും മൻ. മീമിന് ശേഷം മീമ്. അപ്പോൾ ഇവിടെ ഉന്നത്താണ് ചെയ്യേണ്ടത്. ഈ മീമിനെ ഇതിലേക്ക് ചേർത്ത് ഉന്നത്ത് ചെയ്യണം. ഹുമ്മൻ, വമിൻ ഹുമ്മൻ, ഹുമ്മൻ. അങ്ങനെ ഇദ്ഗാം ചെയ്ത് ഓതണം. അപ്പോൾ മീമിന് ശേഷം മീമ് വന്നു മനസ്സിലാക്കുക. അടുത്തത് പിന്നെ ഇവിടെ എല്ലാം നോക്കാം. അടുത്തത് ഇവിടെതാ ഫമിൻ ഹുമ്മൻ. മീമിന് ശേഷം മീമ് വന്നു മനസ്സിലാക്കുക. അടുത്തോ വമിൻ ഹുമ്മൻ. അവിടെയും മീമിന് ശേഷം മീമ് വന്നു. ഇവിടെ ഫത്തഹുള്ള മീമാണ്. ഇനി അടുത്തതാ ഇവിടെ ഫത്തഹുള്ള മീമാണ്. ഇതവിടെ അഫ്വാഹിഹിം, അഫ്വാഹിഹിം വ. അപ്പോൾ ഇവിടെ വാവാണ്. വാവിൻ്റെത് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. ഇവിടെയും മീമിന് ശേഷം വാവാണ്. അടുത്തതാ അർജുലുഹും ബിമാ, ഹും ബിമാ. മീമിന് ശേഷം ബാ, ഇഖ്ഫാ.
അടുത്തതാ കബിലഹും മിൻ ഹും മിൻ. ആയത്ത് മുഴുവൻ ഓതി നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുക്കുന്നത്, മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇത് ആമ്. അടുത്തത് ഹും അഷദ്, ഇവിടെ ഹംസയാണ് വന്നത്. അപ്പം നമുക്കത് അടുത്ത പാഠത്ത് പറയാം. ഇവിടെ മിൻ ഹും ബത്ഷ, ഹും ബത്ഷ. അപ്പോൾ ഇവിടെ ഇഖ്ഫാ ബ ആണ് വന്നത്. അടുത്തത് അലൈഹിം ബിമുസൈത്തിർ, മീമിന് ശേഷം ബ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ സൂറത്തുകൾ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും സൂറത്ത് എടുത്തിട്ട് അതിൽ സാക്കിനായ മീമിന് ശേഷം ബ വന്ന് ഇഖ്ഫാ ചെയ്യുന്നത് നന്നായി മനസ്സിലാക്കി ഓതുക. ഇഖ്ഫാ ചെയ്യുന്നത്, അതുപോലെ മീമിന് ശേഷം മീമ് വരുന്നത് ഇദ്ഗാം ചെയ്യുന്നതും നന്നായി മനസ്സിലാക്കി ഓതുക. അപ്പോൾ ഇത് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ അത് നന്നായി മനസ്സിലാക്കുക. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എന്താണ്, ദഫ്തർ തോലിബിലേക്ക് നോക്കിയിട്ട് നമുക്ക് തദ്രിബാത്ത് ചെയ്യാം. പിന്നെ ഇവിടെ ഹിഫ്ല് ആക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതുമായ നക്ര സൂറത്തു റൂം, സൂറത്തു റൂം ഓതാനാണ്. അഹ്കാമും മീമി സാക്കിന, അതിൽ അഹ്കാമും മീമി സാക്കിന വിധികളൊക്കെ മനസ്സിലാക്കി ഓതാനാണ്. പിന്നെ നഹ്ഫദുൽ അദ്കാർ, നമ്മൾ മുമ്പൊക്കെ പഠിച്ച അദ്കാറുകൾ, വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ബാത്റൂമിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ കുറേ ദിക്റുകൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനാണ് ഇവിടെ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദഫ്തർ തോലിബ് വർക്ക് ബുക്കാണ്. അപ്പോൾ അതിൽ 4 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സാക്കിനായ മീമിൻ്റെ വിധികൾ എത്രയാണ്? സാക്കിനായ മീമിൻ്റെ വിധികൾ 3 ആണ്. 3 എന്ന് എഴുതാം. അപ്പോൾ അന്ന് പാഠത്തിലേക്ക് നോക്കിയാൽ ഇവിടെ കാണാം 3 എന്ന്. അപ്പോൾ നമുക്ക് അവിടെ അടയാളപ്പെടുത്തി തെറ്റില്ലാതെ എഴുതി വെക്കാം. 3 എന്നൊക്കെ എല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ അല്ലേ? തെറ്റ് വരാതെ എഴുതി ഇതിലേക്ക് പകർത്തുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം, സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതല്ല? അത് അവിടെ തന്നെ ഉണ്ട്. സാക്കിനായ മീമിന് വിധികൾ 3 ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 3 എഴുതുക, മനസ്സിലാക്കുക. അടുത്ത മൂന്നാമത്തെ, സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോഴാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നിന്ന് എഴുതാം, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതാം, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അടുത്തത്, സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യണം എപ്പോഴാണ്? അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലിതാ മീമിന് ശേഷം. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക, പകർത്തുക. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്ററായ അഹ്കാമും മീമി സാക്കിനത്ത എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. തജ്വീദാണ്, ഇതിൻ്റെ കൂടെ തന്നെ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഖുർആൻ നന്നായി മനസ്സിലാക്കി ഓതാനും ഒക്കെ കഴിയും. അപ്പോൾ തജ്വീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മദ്രസയിലെ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമുക്ക് ജീവിതകാലം മുഴുവനും ഖുർആൻ തജ്വീദ് നിയമാനുസൃതം ഓതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തജ്വീദ് നന്നായി മനസ്സിലാക്കി പഠിക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ 3ാം ക്ലാസ്സിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ പഠിച്ചു. 4ാം ക്ലാസ്സിൽ സാക്കിനായ മീമിൻ്റെ വിധിയാണ് നിങ്ങൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവർക്ക് പേഴ്സണലായിട്ട് ട്യൂഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് തജ്വീദിൻ്റെ മാത്രം ട്യൂഷന് നൽകുന്നതാണ്. മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് തജ്വീദിൻ്റെ മാത്രം ക്ലാസ്സുകൾ നൽകുന്നതാണ്. മുഴുവനായിട്ട് നൽകുന്നതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ കുറഞ്ഞ ഫീസിൽ ട്യൂഷനായിട്ട് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ നന്നായിട്ട് ആവർത്തിച്ച് കേൾക്കുക.
ഖുർആനിൽ നിന്ന് ഓരോ ആയത്തെടുത്ത് അതിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അഹ്കാമും മീമി സാക്കിനത്ത് അതിൻ്റെ വിധികളൊക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.